നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ദന്തക്ഷയം മൂലം പല്ല് നഷ്ടമാവുന്നു. പക്ഷേ അതിലും കൂടുതലായി മോണരോഗങ്ങളാണ് ഇപ്പോഴത്തെ പ്രധാനമായ കാരണം നമുക്ക് പല്ല് നഷ്ടപ്പെടാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് മോണരോഗത്തിൻ്റെ പ്രാധാന്യം, പ്രത്യേകിച്ചും സ്ത്രീകളിൽ മോണരോഗങ്ങൾ എങ്ങനെ ബാധിക്കുന്നു, ഏത് സമയത്ത് അവർക്ക് കൂടുതൽ ഇതിനെപ്പറ്റിയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്നു എന്നുള്ളൊരു ഡിസ്കഷനാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 60% കൂടുതൽ ആൾക്കാർക്ക് മോണരോഗം ഉണ്ടാവുന്നു. ഇത് ഡയബറ്റിസ് പോലെ തന്നെ ഒരു സൈലൻറ്റ് കില്ലറാണ്. പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് ഒന്നും കാണിക്കാതെ, വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരിത് ശ്രദ്ധിക്കാതെ പോകുന്നു. ഇപ്പോൾ സ്ത്രീകളിൽ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പം പല ഘട്ടങ്ങളിൽ അവർ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ മെൻസ്ട്രുവേഷൻ പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്ത്, അതുപോലെ പ്രഗ്നൻസി സമയം, പിന്നെ മെനോപോസ്, ഇതിലെല്ലാം അവർക്ക് ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് കൂടുതലും മോണരോഗം അവരെ ബാധിക്കുന്നത്. ഇപ്പോൾ പ്രൊജസ്ട്രോണും ഈസ്ട്രജനുമാണ് ഫീമെയിൽ ഹോർമോൺസ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ചേഞ്ചസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ മോണയിലോട്ട് കൂടുന്നതും മോണയിൽ ഇതിൻ്റേതായ ചേഞ്ചസ് അനുഭവപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ട് മോണരോഗം വരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, പല്ല് അസ്ഥിയുമായിട്ട് ബന്ധിച്ചിരിക്കുന്നത് മോണയിൽ കൂടെയാണ്. ഗംസ് അല്ലെങ്കിൽ ജിഞ്ചൈവയാണ് ഒരു കേർട്ടൻ പോലെ പല്ലിനെയും അസ്ഥിയെയും കൂടെ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഗംസ് അല്ലെങ്കിൽ ജിഞ്ചൈവ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. ഇത് നോർമൽ ഒരു കോറൽ പിങ്ക് കളറിലാണ്, ഓറഞ്ചിൻ്റെ തൊലി പോലാണ് ഇത് നോർമലായിട്ട് ഒരാളിൽ കാണുന്നത്. പ്രധാനമായിട്ട് ഇതിന് ഒരു രോഗം വരുന്നത് അഴുക്ക് അടിയുമ്പോഴാണ്. ഇംപ്രോപ്പർ ബ്രഷിംഗ് ആണ് അതിൻ്റെ പ്രധാന റീസൺ. എല്ലാവരും ചെറുപ്പം തൊട്ടേ പല്ല് തേക്കുന്നുണ്ട്, പക്ഷേ ശരിയായി എങ്ങനെയാണ് പല്ല് തേക്കേണ്ടതെന്നുള്ളൊരു രീതി അത് വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ബോധവൽക്കരണത്തിൻ്റെ ഒരു ഭാഗമായി പ്രോപ്പർ ബ്രഷിംഗ് ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ അഴുക്ക് വായിൽ അടിഞ്ഞുകൂടാതിരിക്കാൻ. ഇപ്പോൾ മോണരോഗം വരാൻ പല കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും അഴുക്ക് പല്ല്, ക്രമക്കേടുള്ള പല്ലുകൾ, അല്ലെങ്കിൽ പൊട്ടിയ പല്ലുകൾ, അല്ലെങ്കിൽ വെപ്പുപല്ല് വെക്കുന്നവരിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റമിക് അസുഖങ്ങളുള്ള ഡയബറ്റിസ്, ഹൃദ്രോഗങ്ങൾ, തൈറോയ്ഡ് ഇൻഫെക്ഷൻസ് ഉള്ളവരിൽ, ഇതുപോലെ തന്നെ സ്ത്രീകളിൽ അവർ പ്യൂബർട്ടി ആവുമ്പോഴും പ്രഗ്നൻ്റ് ആവുമ്പോഴും മെനോപോസ് ഏജിൽ വരുമ്പോഴും ഒക്കെ അവർ മോണരോഗം കൂടുതലായിട്ട് കണ്ടുവരുന്നു. വേറെ പല കാരണങ്ങളും ഉണ്ട്. ചില മെഡിസിൻസ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് മോണയിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അത് ആൻറ്റി ഹിസ്റ്റമീൻസ്, നമുക്ക് അലർജിക്ക് കഴിക്കുന്ന ചില മരുന്നുകൾ, നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻസ്, ഇപ്പോൾ ട്രാൻസ്പ്ലാന്റും ഒക്കെ ചെയ്ത് കഴിഞ്ഞുള്ള പേഷ്യൻസ് അവർ സൈക്ലോസ്പോറിൻ എന്നുള്ള മെഡിസിൻ എടുക്കുന്നുണ്ട്. അവരിലും മോണരോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജന്നി അല്ലെങ്കിൽ എപ്പിലെപ്സി ഉള്ള പേഷ്യൻസിലും ചില മെഡിസിൻസ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും മോണയിൽ അതിൻ്റെ ഇൻഫെക്ഷൻ കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ പല മരുന്നുകളിൽ നിന്നും നമുക്ക് മോണയ്ക്ക് ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ മോണരോഗം കണ്ടുവരുന്നത് വൈറൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസ്, ഓറൽ ത്രഷ് എന്നാണ് അതിന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ്, ഹെർപ്പസ് എന്നുള്ളൊരു അസുഖത്തിലും വായിൽ അൾസറേഷൻസ് വരാം. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്നത് സ്ട്രെസ് ഇല്ലാതെ ആരും ഇല്ലല്ലോ. സ്ട്രെസ്സ് തന്നെ ഒരു പ്രധാന കാരണമാണ് വാ പൊട്ടാനും ഗംസിന് ഇൻഫെക്ഷൻ വരാനുള്ളൊരു കാരണമാണ്. ഇത് ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മോണയ്ക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കൂട്ടുന്നു. ഇപ്പോൾ വേറെ എന്തുകൊണ്ടാണ് മോണരോഗത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഇത് അസോസിയേറ്റ് ചെയ്ത് കുറേ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കുണ്ട്. മോണരോഗം ഉള്ളവരിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അവർക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയും കരൾ രോഗം വരാനുള്ള സാധ്യതയും, സ്ത്രീകളിൽ ഈ പറഞ്ഞതുപോലെ പ്രീ ടേം ലേബർ, പ്രഗ്നൻസി നേരത്തെ ആകാനും, അതുപോലെ തന്നെ തൂക്കം കുറവുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള ഒരു പ്രവണത വളരെയേറെ കണ്ടിരിക്കുന്നു. പഠിത്തങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, മോണരോഗം ഉള്ളവരിൽ ഇതുപോലുള്ള റിസ്ക് ഫാക്ടേഴ്സാണ് കൂടി വരുന്നത്. അതുപോലെ തന്നെ അസ്ഥിക്ക് തേയ്മാനം, ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു അസുഖവും മോണരോഗം കാരണം തന്നെ അതിൻ്റെ റിസ്ക് കൂടി വരുന്നു.
ഇതിൻ്റെ വേറെ പ്രധാന സിസ്റ്റമിക് ഫാക്ടേഴ്സ് ഇതുപോലെ ശീലങ്ങൾ, സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ, ഇതുപോലെ പാൻ പരാഗ്, പിന്നെ ലഹരി, ഇതെല്ലാം ഉപയോഗിച്ചാലും നമുക്ക് മോണരോഗങ്ങൾ കൂടുതലായിട്ട് കാണുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ മോണയിൽ അഴുക്ക് അടിഞ്ഞ് കൂടുന്നു. ഇംപ്രോപ്പർ ആയിട്ടുള്ള ബ്രഷിങ് കാരണം അഴുക്ക് അവിടെ തന്നെ ഇരുന്ന് കട്ടിയായി മാറുന്നു. പ്ലാക്കാണ് സോഫ്റ്റായിട്ടുള്ള അഴുക്കെന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തത് കാരണം അത് കട്ടിയായി കാൽക്കുലസ് അല്ലെങ്കിൽ ഇത്തളെന്ന് പറയുന്ന രീതിയിൽ പല്ലിനോട് ചേർന്ന് ഇരിക്കുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ ആ ഇത്തൾ അവിടെ ഇരിക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നിറച്ചും ബാക്ടീരിയയാണ്, മൈക്രോ ഓർഗാനിസംസ് ആണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, വാ നിറച്ചും മൈക്രോ ഓർഗാനിസംസിൻ്റെ ഒരു ഹബ്ബ് തന്നെയാണ്. അപ്പം ഇത് നോർമൽ രീതിയിൽ മനുഷ്യൻ്റെ വായിൽ ഒരു അസുഖവും വരുത്താറില്ല. പക്ഷേ അനുകൂലമായൊരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുമ്പോഴാണ് അവർ ഇതുപോലുള്ള അസുഖങ്ങളിൽ പകർത്തുന്നത്. അപ്പോൾ അഴുക്കടിയുമ്പം അതിൽ നിറയെ ബാക്ടീരിയയും വൈറസും ഫംഗസും ഇതുപോലുള്ള ബാക്ടീരിയ അടങ്ങിയ അഴുക്കാണ് കാൽക്കുലസ്. ആ അഴുക്കിരിക്കുമ്പോഴാണ് മോണയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നതും ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ആയിട്ട് ആദ്യം കാണുന്നത്. അന്നേരം സാധാരണ ആൾക്കാർ എന്ത് ചെയ്യും? ഉപ്പുവെള്ളം കൊള്ളുവോ അല്ലെങ്കിൽ മാവല കൊണ്ട് ബ്രഷ് ചെയ്യുവോ ഒക്കെ ചെയ്ത് അത് മാറി കാണുമെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനല്ല, അത് മാറുന്നില്ല. അവിടെ ഈ ഇത്തള് മാറാതെ പൂർണ്ണമായിട്ടും ഗംസ് ആരോഗ്യത്തോടെ വരാൻ സാധ്യത കുറവാണ്. അപ്പം ഇതവിടെ ഇരിക്കുന്നവരും എന്താണ് സംഭവിക്കുന്നത്? ഈ അണുക്കൾ മോണയിൽ നിന്നും ഇറങ്ങി അസ്ഥിയിലോട്ടാണ് ഈ ഇൻഫെക്ഷൻ പകരുന്നതും. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, അസ്ഥിയാണ് പല്ലിനെ അവിടെ ബന്ധിപ്പിച്ച് പല്ല് ആരോഗ്യത്തോടെയും ബലത്തോടെയും നിൽക്കുന്നത്. അപ്പോൾ അസ്ഥി തേഞ്ഞ് മാറുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് പല്ലിന് നീളം കൂടുന്നു, അല്ലെങ്കിൽ പല്ലിന് കുലുക്കം വരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് എന്തുവാ? പല്ല് നീളം വെച്ചതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അതങ്ങനല്ല. പല്ല് ഇരിക്കുന്നത് അസ്ഥിക്കുള്ളിലാണ്. മോണരോഗം കാരണമാണ് ഇൻഫെക്ഷൻ വന്ന് ഈ അസ്ഥി തേഞ്ഞു മാറുന്നതും. അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ പല്ലിന് നീളം കൂടിയെന്നോ പല്ലിനൊരു കുലുക്കം വരുന്നു എന്ന് നമുക്ക് തോന്നും. ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ മോണരോഗത്തിൻ്റെ. എപ്പോഴും ശ്രദ്ധിക്കുക, രാവിലെയും രാത്രിയിലും നിങ്ങൾ മുടങ്ങാതെ പല്ല് തേക്കുക. അത് വെറും ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. എല്ലാ പ്രതലങ്ങളിലും ബ്രഷിൻ്റെ ബ്രിസിൽസ് എത്തണം. അതാണ് ശരിയായ രീതി. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ടൂത്ത് ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാവൂ. ചെറിയ ഹെഡുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷസ് വേണം, നമ്മുടെ വായിൻ്റെ സൈസ് അനുസരിച്ച്. ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ചെറിയ ഹെഡുള്ള ബ്രഷസ്, അതുപോലെ തന്നെ അഡൽസിനും ചിലവർക്ക് വായിൻ്റെ ഇത് വിസ്താരണം കുറവായിരിക്കും. അപ്പം അതിൻ്റെ രീതിയിലുള്ള ടൂത്ത് ബ്രഷസ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൂത്ത് ബ്രഷസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം അത് വെച്ച് മാത്രമേ നിങ്ങൾ ബ്രഷ് എല്ലാ പ്രതലങ്ങളിലും, പല്ലിൻ്റെ വെളിഭാഗം, ഉൾഭാഗം, ചവയ്ക്കുന്ന സർഫസസ്, 2 പല്ലിൻ്റെ ഇടയിൽ ബ്രഷിങ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫ്ലോസിങ്. ഇപ്പം എല്ലാവർക്കും അറിയാം അതിനെപ്പറ്റി. ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു വാക്സ് ചെയ്ത് നൈലോൺ ത്രെഡാണ്. വിത്ത് ഹാൻഡിൽസ്, വിത്തൗട്ട് ഹാൻഡിൽസ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യാൻ ഫ്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പല്ലിൻ്റെ ഇട ക്ലീൻ ചെയ്യുന്ന ഇൻ്റർഡെൻ്റൽ ബ്രഷസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പോലും എല്ലാ 6 മാസം കൂടുമ്പോൾ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം. അവരൊരു പ്രോപ്പർ തറോ ചെക്കിങ്ങിലൂടെ നിങ്ങൾക്ക് മോണരോഗം ഉണ്ടോ അതോ ദന്തക്ഷയമുണ്ടോ ഇതെല്ലാം കണ്ടെത്താൻ സാധിക്കും. നമുക്കത് തുടക്കത്തിൽ തന്നെ ആ മോണരോഗം ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വായിലെ ശുചിത്വം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എല്ലാ 6 മാസം കൂടുമ്പോൾ പല്ല് ക്ലീൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ 4 സിമ്പിൾ ടിപ്സാണ് നമുക്കൊരു ഹെൽത്തി സ്മൈൽ. ഇതൊന്നും ഞങ്ങളുടെ ഈ വർഷത്തെ ഞങ്ങളുടെ അസോസിയേഷൻ്റെ സ്ലോഗൻ തന്നെ. നമുക്ക് ദന്താരോഗ്യം അനിവാര്യമാണ് പൂർണ്ണാരോഗ്യത്തിന് വേണ്ടി. നല്ലൊരു ചിരി വളരെ ആവശ്യമാണ് പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി. അപ്പോൾ അതിന് സിമ്പിൾ 4 ടിപ്സാണ്. പ്രോപ്പറായിട്ട് രാവിലെയും രാത്രിയിലും ഒരു 2 മിനിറ്റ് ചിലവാക്കി പല്ല് തേക്കുക. നല്ല ഫ്ലൂറൈഡ് അടങ്ങിയ വെള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. രണ്ടാമത്, നിങ്ങൾ നല്ല ഭക്ഷണം, ആരോഗ്യമുള്ള നല്ല ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് ഇതെല്ലാം ഒഴിവാക്കുക. പ്രോട്ടീൻ അടങ്ങിയ നല്ല നവധാന്യങ്ങൾ അടങ്ങിയ വിറ്റാമിൻ നിറഞ്ഞ ആഹാരങ്ങൾ വേണം കഴിക്കാൻ. അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ കുറവ് കാരണവും മോണയിൽ നിന്നും
ബ്ലീഡിങ്ങും മോണയിൽ നിന്നും ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. ഒരു നെല്ലിക്ക ദിവസവും കഴിക്കുക, അല്ലെങ്കിൽ ഓറഞ്ചോ ആപ്പിളോ ഇതുപോലെ പപ്പായ ഇതുപോലുള്ള യെല്ലോ ഫ്രൂട്ട്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ് അടങ്ങിയ ആഹാരം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുക. മിൽക്ക്, ചീസ്, ഇതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബദാം പരിപ്പ്, നട്ട്സ്, കപ്പലണ്ടി, ഇതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സും നിങ്ങളൊരു നല്ലൊരു അളവിൽ എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ വെരി ഹെൽത്തി സ്മൈൽ. പിന്നെ 4ാമത്തെ കാര്യം എന്തുവാണ്? 6 മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പിന് പോകുക. ഞാൻ പറയാറുണ്ട്, എല്ലാ ദിവസവും നമുക്ക് സമയം കിട്ടുമ്പം കണ്ണാടി തന്നെ നോക്കി നമ്മൾ പല്ലുകൾ സെൽഫ് എക്സാമിനേഷൻ ചെയ്യേണ്ടതാണ്. പല്ലിൽ എന്തെങ്കിലും കറുത്ത പാടുകളുണ്ടോ, മോണയിൽ എന്തെങ്കിലും വെള്ളപ്പാടുകളോ ചുമന്ന പാടുകളോ, മോണയ്ക്ക് എന്തെങ്കിലും വീക്കോ ഉണ്ടോ, മോണയിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടോ, ഇതെല്ലാം ഒരു സെൽഫ് എക്സാമിനേഷനാണ്, വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ 6 മാസം കൂടുമ്പോൾ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്തും നിങ്ങൾ ചെല്ലേണ്ടതാണ്. അപ്പോൾ മോണരോഗം പല കാരണമാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് അസസ് ചെയ്യണമെങ്കിൽ എന്തായാലും ഡോക്ടറെ ചെന്ന് കാണുക. അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്കത് കണ്ടെത്തി വളരെ സിമ്പിൾ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇതിനുള്ളത്. ഏർലി സ്റ്റേജസിൽ വെറും പല്ലിൻ്റെ അൾട്രാസോണിക് ക്ലീനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അഴുക്ക് നമ്മൾ അൾട്രാസോണിക് മെഷീനിലൂടെയാണ് ക്ലീൻ ചെയ്ത് മാറ്റുന്നത്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ക്ലീൻ ചെയ്താൽ പല്ലിന് പൊളിപ്പ് വരും, ഇനാമലും പോവും. അങ്ങനെയൊന്നുമല്ല. നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്കാനിങ്ങിന് നിങ്ങൾ വിധേയമാവുമല്ലോ, അതുപോലെ തന്നെ അൾട്രാസോണിക് മെഷീൻ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ തരംഗങ്ങൾ കൊണ്ടാണ് ആ അഴുക്കിനെ മാത്രമാണ് പല്ലിൽ നിന്നും ഇളക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇനാമൽ നഷ്ടപ്പെടുന്നില്ല. ഇനാമൽ എന്ന് പറഞ്ഞാൽ വജ്രത്തിൻ്റെ അത്രയും കട്ടിയുള്ളൊരു പദാർത്ഥമാണ്. അപ്പോൾ അത് അത്രയും എളുപ്പമൊന്നും തേഞ്ഞ് മാറാറില്ല. നമ്മുടെ ഫോൾട്ടി ആയിട്ടുള്ള ടൂത്ത് ബ്രഷിങ്, നിങ്ങൾ ഒരുപാട് അമർത്തി പല്ല് തേക്കുന്നത് കാരണമാണ്, അല്ലെങ്കിൽ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഇനാമൽ തേഞ്ഞ് മാറുന്നത്. അതിനോടൊപ്പം തന്നെ പല കാരണങ്ങളുണ്ട്. നമുക്ക് ആസിഡിറ്റി അതുപോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ പോലും ഇനാമൽ തേഞ്ഞ് മാറാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു സിമ്പിൾ ക്ലീനിങ് എല്ലാ 6 മാസം കൂടുമ്പോൾ ഒരു ക്ലീനിങ് ചെയ്താൽ തന്നെ നമുക്കൊരു 90% മോണരോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ മോണരോഗങ്ങൾ കൂടുതലാവുമ്പോൾ അത് ഡീപ്പായിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ കാണുന്നത് മോണ പല്ലിൽ നിന്ന് വിട്ടുമാറുന്നതാണ് കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല്ലിന് നീളം കൂടുന്നു, പല്ലിന് കുലുക്കം ഉണ്ടാവുന്നു. ഇങ്ങനൊരു സ്റ്റേജ് വരുമ്പോഴാണ് നമ്മൾ മോണയുടെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിനൊരു പൂർണ്ണമായി ഒരു മേൽത്താടിയും കീഴ്ത്താടിയുടെ എക്സ്റേയും സ്കാനിങ്ങും ചെയ്തതിന് ശേഷം അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. ചെറിയ രീതിയിലുള്ള ചെയർ സൈഡിൽ തന്നെ ലോക്കൽ അനസ്തീസിയ ചെയ്യാൻ പറ്റുന്ന മൈനർ സർജറീസാണ് നമ്മൾ ചെയ്യുന്നത്. മോണയുടെ ഉള്ളിലോട്ട് ക്ലീൻ ചെയ്ത് അവിടെ അടങ്ങിയ പഴുപ്പിനെയാണ് നമ്മൾ മെക്കാനിക്കലി റിമൂവ് ചെയ്യും. ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായ ട്രീറ്റ്മെൻറ്റ് ലേസർ വെച്ചും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. സർജറിയിലൂടെ കീറി മുറിക്കാതെ തന്നെ ലേസർ രശ്മികൾ കടത്തിവിട്ട് മോണ തുറക്കാതെ തന്നെ നമുക്ക് മോണയിലെ സർജറീസ് ചെയ്ത് മോണയുടെ ബലം ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ ആ ചികിത്സകളും നമുക്ക് അവൈലബിൾ ആണ്. 4ാമത് വരുന്നത് ഈ ഡീപ്പായിട്ടുള്ള മോണയിലെ പ്രോബ്ലംസ് അസ്ഥി തേഞ്ഞ് മാറി പല്ല് കുലുങ്ങുന്നൊരവസ്ഥയെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് പല്ല് എടുത്തു മാറ്റുകയും പല്ല് റീപ്ലേസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. അപ്പം അതിന് മുൻപ് തന്നെ നമുക്ക് മൗത്ത് വാഷ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് ചിപ്സ് ഉണ്ട്, അത് നമ്മൾ മോണയുടെ ഉള്ളിൽ വെച്ച് അതിന് ഹീലാവാൻ സഹായിക്കും. അപ്പോൾ ഒരുപാട് നൂതനമായ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേദന ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ വരാതിരിക്കരുത്. മുടി നരയ്ക്കുന്നത് പോലെ തന്നെ മോണയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചും സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 4 ഘട്ടങ്ങളിലും നിങ്ങൾ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുമ്പോഴും, നിങ്ങൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്തും, മെനപ്പോസ് അറ്റൈൻ ചെയ്യുന്ന സമയത്തും, പിന്നെ ചില സ്ത്രീകൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട്. ഈ ടൈമിലെല്ലാം ഈ പ്രൊജസ്ട്രോണും ഈസ്ട്രജൻ്റെ എഫക്റ്റ് കാരണം അത് കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ ചേഞ്ചസിൻ്റെ 2 ഹോർമോൺ തമ്മിലുള്ള ചിലത് ഒരു സമയത്ത് അത് കൂടിയും ഒരു സമയത്ത് കുറഞ്ഞു ഇരിക്കും. ഈ ഹോർമോണിൻ്റെ വ്യത്യാസം കാരണം ബ്ലഡ് സർക്കുലേഷൻ മോണയിലോട്ട് കൂടും. അത് കാരണം നമുക്ക്
ബാക്ടീരിയൽ ആക്ഷൻ കൂടുതലാണ്. അങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ വരുന്നതും മോണ തെണുക്കുന്നതും മോണയിൽ നിന്നും രക്തം വരുന്നതും. അപ്പോൾ ഈ സമയങ്ങളിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക. ശരിക്കും ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മുൻപ് തന്നെ നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെയും കൂടെ കാണേണ്ടതാണ്. എന്തെന്ന് അപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 4 ഘട്ടങ്ങളിലും സ്ത്രീകൾ പ്രോണാണ് മോണരോഗം വരാൻ. അത് തടയാനുള്ള സിമ്പിൾ മാർഗ്ഗങ്ങളാണ് വിസിറ്റ് യുവർ ഡെൻറ്റിസ്റ്റ് ആൻഡ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്ലീനിങ് ചെയ്ത്, കൂടുതൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള ലേപനങ്ങളുണ്ട്. മോണയിൽ മസാജ് ചെയ്യാനുള്ള ലേപനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്രഷിങ്ങിന് ശേഷം വിരലുകൾ വൃത്തിയാക്കി കഴിഞ്ഞ് ഈ വിരൽ കൊണ്ട് തന്നെ ഗംസും കൂടെ മസാജ് ചെയ്യുക. നമ്മുടെ മുകളിലത്തെ മോണ പല്ലയിലോട്ട് ചേർത്ത് മസാജ് ചെയ്യുക, താഴത്തെ മോണ മേളിൽ പല്ലയിലോട്ട് ചേർത്ത് നല്ലൊരു മസാജിങ് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ വന്ന് മോണയുടെ ആരോഗ്യം കൂടുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഉപ്പുവെള്ളം കൊള്ളുക. ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പുവെള്ളം കൊള്ളുക. അപ്പോൾ അതൊരു രാത്രിയിൽ കുറച്ച് സമയം, ഒരു 10 to 30 seconds ഒന്ന് ഉപ്പുവെള്ളം നന്നായിട്ട് കുലുക്കുഴിയുമ്പം അഴുക്ക് അടിയാതെ തന്നെ ഇളകി മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു 4 ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മോണരോഗത്തിൽ നിന്നും രക്ഷ നേടും. താങ്ക് യു സോ മച്ച്.